ജോലി വാഗ്ദാനം ചെയ്ത് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ആളുമില്ല കാശുമില്ല. മുങ്ങിയായിരിക്കും. ഇവക്കറിയാം എവിടെയാ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും നിങ്ങളെ പോലെ കാശ് കൊടുത്ത് ഇവിടെ ജോലി കയറിയോളാം. എന്റെ കാശും പോയല്ലേ ഈശ്വര. ദാണ്ട വരുന്നവരെ അവിടുത്തെ ആൾക്കാർ. ദാണ്ട ഇവരവിടുത്തെ ബിസിനസ് എക്സിക്യൂട്ടീവ്. എന്താ എല്ലാരും കൂടെ ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊക്കെ പറഞ്ഞാടാ. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കണേ? മറ്റവന്മാര് ജോലി തരാന്ന് പറഞ്ഞ കാശ് മാറ്റി മുങ്ങിയിരിക്കുക. ആര് മുങ്ങിയെന്ന്? വേണ്ട, അഭിനന്ദനം ഇവിടെ വേണ്ട. ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം. എന്തൊക്കെ ഈ പറയുന്നത്? പോലീസ് കംപ്ലൈന്റ് എന്താ പ്രശ്നം? ഞങ്ങൾ നിരപരാധികളാ സാറേ. തട്ടിപ്പ് വിവരന്മാരെ നിന്നെയൊക്കെ കണ്ടാലറിയാമല്ലോ. കുട്ടിയാരാ? അത് ഈ കമ്പനിയിലെ കുട്ടിയാ. നിന്നോട് ചോദിച്ചില്ല. ഇവിടുത്തെ കുട്ടിയാ. നിന്നോടും ചോദിച്ചില്ല. സാർ എന്നെ രക്ഷിക്കണം സാർ. എന്റെ കാശും കൂടെ കൊണ്ടാണ് കാലമാടന്മാര് പോയത്. എന്റെ കമ്പനി മലയൊക്കെ വിറ്റ പൈസയാണ് സാർ. അവർക്ക് ഈശ്വര ശിക്ഷ കൊടുക്കണേ. ഇപ്പതാ കമ്പനിയും പരിഹാരം ഉണ്ടാക്കാം. കൂട്ടി ഞങ്ങളുടെ കാര്യം ഞാൻ മെഴുവിനായിട്ട് ഇന്ന് തന്നെ വരാമെന്ന്. ഞാൻ നാളെ അല്ല ഇന്ന് തന്നെ വരാം. ചേച്ചി പേടിക്കണ്ട, വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ വാങ്ങിത്തരാം. ഇതെപ്പടി இருக்கு? അപ്പോൾ പ്രേമം മൂത്തപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഖാൻ. മോർണിംഗ്. ചെരുപ്പ് പോരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ? അല്ലേ ജാഫർ ഖാൻ? ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ? അത് കണ്ടില്ലേ, ജോലി വെച്ചിട്ട് വീരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോലും. അയ്യോ സാറേ, ഇവരെ എന്റെ കക്ഷികളാ. പാവങ്ങളാ, പറ്റിയ പാവങ്ങളാ സാറേ. Stupid. ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാ ഞാൻ. അയ്യോ, സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ രണ്ടുപേരെ വെളിയിൽ ഇറക്കി വിടണം സാർ. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ കിടന്നാ മതി. അയ്യോ, നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. അറിയാതെ ഒന്നുമല്ല. വേണമെങ്കിൽ ഇതാ തന്റെ പോക്കറ്റുകൊണ്ട് ശരിക്കും ഇടികൊണ്ടല്ലേ. നിങ്ങൾ രണ്ടുപേരും പുറത്തുപോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ? അതാണ് പുരുഷന്റെ കഴിവ്. എന്തുവാടാ ഇതൊക്കെ? സൂക്ഷിച്ചു. ഒന്ന് നിന്നേ. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നിങ്ങൾക്ക് നാളെ കഴിക്കാം. അതെ അതെ. കഴിവല്ലേ? കണക്കൊക്കെ ഒന്ന് നോക്കിക്കേ. പോകാൻ വരട്ടെ. ടാക്സി ചാർജ് 150 രൂപ, ഡ്രസ് വാഷ് 35 രൂപ, പിന്നെ ടീ 40 രൂപ, പിന്നെ സെക്രട്ടറിയുടെ ചാർജ് 150 രൂപ. മൊത്തം എത്രയായി? അങ്ങനെ എല്ലാം കൂടെ ഒരു 550 രൂപ. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 9 കീ തരൂ. ലഗേജ് അല്ല, കീ. വലിയ രണ്ട് ഓഫീസർമാര് 300 രൂപ അഡ്വാൻസും തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു. രണ്ടിന് ഈ പരിസരത്തിന് കണ്ടുപോകരുത്. എടുത്തെറിയണ്ട, പൊട്ടുന്ന സാധനങ്ങൾ അതില്. ഹലോ, പോലീസ് സ്റ്റേഷൻ ഒന്ന് കണക്ട് ചെയ്യൂ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. വേണ്ട വേണ്ട. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നീ വെച്ചോ, എന്തായാലും ഞാൻ വരുന്നില്ല. പിന്നെന്ത് ചെയ്യും? അവന്മാർക്ക് കൊടുത്ത ആ 1 ലക്ഷം രൂപ എങ്ങനെയും തിരിച്ചു വാങ്ങിക്കണം. അവരെ കണ്ടുപിടിക്കുന്നവരവിടെ നിൽക്കണ്ടേ? അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? പിന്നെ എനിക്കിവിടെ കള്ളങ്ങോട്ടടിയില്ലേ? എന്റെ അവിടെ നിന്നാ കാശ്? നല്ല വിശപ്പുണ്ട് എനിക്ക്. ആ പറഞ്ഞ സംഭവം എനിക്കുണ്ട്. എന്തോന്നാ വിശപ്പ്? ഓ, നിനക്ക് അത് മാത്രമല്ലേ ഉള്ളൂ.
എന്തുവാടാ? ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ, തില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്നെ. നീ ഇവിടെ ഇരിക്കി, ഞാനിപ്പോ വരാം. അപ്പൂട്ട, നീ വസുമതി ചേച്ചിയുടെ മോൻ അപ്പൂട്ടനല്ലേ? നമ്മൾ കണ്ടിട്ട് എത്ര നാളായി? അപ്പൂട്ട അപ്പൂട്ട, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നല്ല ടേസ്റ്റ്. ഇത്രയും ബെസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കുറെ കാലമായി. ഞാനുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കേട്ടില്ല. അതിനുള്ള വിദ്യക്ക് എനിക്കറിയാം. വേറെ കഴിക്കേണ്ട വേണ്ട? ചപ്പാത്തി ചിക്കൻ ഫ്രൈ. ഓക്കെ സാർ. പ്രേതം കൂടി പോലെ ഇയാൾ എപ്പോഴും പിന്നാലുണ്ടല്ലോ. അപ്പു, നീ എന്താ ഇവിടെ? നീ അപ്പൂട്ടൻ തന്നെ. വയറു നിറച്ച ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി. എവിടെങ്കിലും വന്ന് ജീവിക്കാന്ന് വിചാരിച്ചാ അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ. എന്താ ചെയ്യാ? ഒക്കെ വിധിയാടാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ആവശ്യത്തിലധികം സ്വത്ത്, ഒരേ ഒരു മകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് കയറി വരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനെവിടെയായിരുന്നു? അച്ഛനെന്താ? അച്ഛനോട് കാണിക്കുന്ന തോന്നിയാസം കണ്ടോണ്ട് ഞാനും കൂടെ ഇവിടെ നിൽക്കണോ? കാള പോലെ വളർത്തി പഠിപ്പിച്ചിട്ട് നീയല്ലേ വയസ്സുകാലത്തിന് നോക്കുന്നത്? നോക്കാനെങ്ങനെ? വീട്ടിൽ അല്പങ്ങൾ സ്വയം തന്നിട്ടുണ്ട്. വെളിയിറങ്ങി നടക്കാൻ വയ്യ മനുഷ്യന്. തൊലി ഒരിക്കും. അച്ഛനോട് കാണിക്കുന്ന പ്രത്യേകതകളുള്ള നാട്ടിൽ പാട്ടാ. സർവീസ് ഇരിക്കുമ്പോൾ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാക്കി വെച്ചുള്ള ഓരോ ബന്ധങ്ങളുണ്ടല്ലോ. ആ കഥ കേട്ട് കേട്ടാ എന്റെ അമ്മ മരിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരമേ ഭാർഗവമ്പിള്ള ജീവിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ജീവിക്കും. എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കിടന്നോളാം. ഇത്രയും നാൾ അടങ്ങി ഒതുങ്ങിയാണല്ലോ കഴിഞ്ഞത്. മതി. അച്ഛൻ എന്ത് ഭാവിച്ചാ ഈ സ്ത്രീ അവിടെ നിർത്തിയിരിക്കുന്നത്? ഇപ്പൊ ഇറക്കി പറഞ്ഞവരെ. ഇത് എന്റെ വീടാ. ഇവരെ ഇറക്കി വിടാൻ പറയാൻ നീ ആരാ? ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. 1 ലക്ഷം രൂപ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കേ. എനിക്കിങ്ങനെ ഒരു മോനിലെന്ന് ഞാൻ വിചാരിക്കും. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ.